കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ജലപാതകളിൽ ഒഴുകി നടക്കുന്ന കെട്ടുവള്ളങ്ങളും നയനമനോഹരമായ സമുദ്രതീരവും ഈ ദേശത്തിൻ്റെ വർണ്ണക്കാഴ്ചകളാണ്. ഒരു കാലത്ത് വ്യവസായികളുടെ സംഗമസ്ഥാനമായിരുന്ന ആലപ്പുഴയിൽ ഇന്ന് മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും അടയാളമായി ഒരു പൊൻതൂവൽ പോലെ ആ സ്ഥാപനം സമുദ്രതീരത്തോട് ചേർന്ന് ഉയർന്നു നിൽക്കുകയാണ്. പ്രൗഢി നിറഞ്ഞു നിൽക്കുന്ന ഒരു മണിമാളികയല്ലിത്. എന്നാൽ അനേകം കുടുംബ മനസ്സുകളിൽ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന സ്നേഹപ്രതീകമാണിത്. കനിവിൻ്റെ ദീപം പോലെ ഒരമ്മയും കുറെ മക്കളും. സാന്ത്വൻ റോമൻ കത്തോലിക്ക സഭയുടെ ആലപ്പുഴ രൂപതയുടെ കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇവരുടെ ആഘോഷങ്ങൾക്കൊപ്പമാവാം ഇത്തവണ നമ്മുടെ ക്രിസ്തുമസ്. ആലപ്പുഴ സാന്ത്വൻ സ്പെഷ്യൽ സ്കൂളിലാണ് നമ്മളിന്നായിരിക്കുന്നത്. 2007 ജൂണിലാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. അഭിവന്യ സ്റ്റീഫൻ അത്തിപ്പൊഴിയിൽ പിതാവാണ് ഈ സ്ഥാപനം തുടങ്ങുവാൻ കാരണക്കാരനായത്. ചേന്നവേലിയിലുള്ള പീറ്റർ ചാരങ്കാട്ട് എന്ന് പറയുന്ന വൈദികൻ്റെ ആഗ്രഹപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഇടവക അംഗമായ സ്റ്റീഫൻ അത്തിപ്പൊഴിയിൽ പിതാവ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുവാൻ മനസ്സായത്. ആദ്യകാലത്ത് 24 കുട്ടികളാണ് ഇവിടെ പരിശീലനം നേടിയത്. ഇപ്പോൾ നമുക്ക് 110 കുട്ടികളുണ്ട്. ആലപ്പുഴയിലെ ഏക റെസിഡൻഷ്യൽ സ്കൂളാണിത്. 65 കുട്ടികൾ ഇവിടെ താമസിച്ച് പരിശീലനം നേടി വരുന്നു. ബാക്കി കുട്ടികൾ ഡേ സ്കോളേഴ്സ് ആയിട്ട് വന്ന് പരിശീലനം നേടിപ്പോകുന്നു. നമുക്ക് 9 ട്രെയിൻഡ് ടീച്ചേഴ്സും 7 നോൺ ടീച്ചേഴ്സും ഇവിടെ ഉണ്ട്. ഒത്തിരി സുമനസ്സുകളുടെ കാരുണ്യം നമുക്ക് ചിലപ്പോഴൊക്കെ ലഭിക്കാറുണ്ട്. ആലപ്പുഴ രൂപത ഒരു ഫീസോ മറ്റാനുകൂല്യങ്ങളോ ഒന്നുമില്ലാതെ നടത്തുന്ന ഒരു സ്ഥാപനമാണ് സാന്ത്വൻ. രൂപതയുടെ പൂർണ്ണ പിന്തുണയോടെ നടത്തുന്ന ഈ സ്ഥാപനത്തിലെ ഓരോ കുട്ടികളുടെയും മനസ്സ് ദുഷ്ടത നിറഞ്ഞ ഈ കപട ലോകത്തിൽ നിന്നും എത്രയോ അകലെയാണ്. സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി.
മാലാഖമാർ ഉറങ്ങരുതേ ഇടയന്മാരെ സന്മനസ്സുള്ളവർക്കായിതാ പാരിൻ രക്ഷകൻ ദേവസുതൻ പുൽക്കൂട്ടിൽ മയങ്ങുന്നു സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. അവരുടെ ഓരോ നൃത്തച്ചുവടുകളിലും മനസ്സിന്റെ അരങ്ങിൽ താളം തെറ്റുന്നില്ല. ഓരോ പുഞ്ചിരിയിലും വിരിയുന്നത് സ്നേഹത്തിന്റെയും കരുതലിന്റെയും പൂക്കളാണ്. നമ്മുടെ കുട്ടികൾ ഒത്തിരി കഴിവുകളുള്ള കുട്ടികളാണ്. വിവിധ തരത്തിലുള്ള കഴിവുകളുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല ഉന്നതിയിൽ എത്തിക്കുക എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. വിവിധ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളാണ് നമുക്കുള്ളത്. ഓട്ടിസം, മെൻ്റൽ റിട്ടാർഡേഷൻ, സെറിബ്രൽ പാൾസി എന്ന പല വിധത്തിലുള്ള വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ ഇവിടെ പരിശീലനം നേടി വരുന്നു. കുട്ടികൾക്ക് ഞങ്ങളൊരു പരിമിതിയും വെച്ചിട്ടില്ല. അവരുടെ വളർച്ച നമ്മളൊരു പരിമിതമായ ഒരു ലക്ഷ്യമല്ല അവരിൽ വയ്ക്കുന്നത്. അവർക്ക് എത്രത്തോളം ഉയരുവാൻ സാധിക്കുമോ അത്രയേറെ ഉയരത്തിൽ അവരെ വളർത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. സ്വർഗം തുറന്നു തേജസ്സുമിന്നി സ്വർഗീയ സൈന്യം പാടി. സ്വർഗം തുറന്നു തേജസ്സുമിന്നി സ്വർഗീയ സൈന്യം പാടി. ദൈവത്തിനു മഹത്വമത്യുന്നതങ്ങളിൽ ദൈവജനത്തിനു സമാധാനമൊഴിയിൽ. ദൈവത്തിനു മഹത്വമത്യുന്നതങ്ങളിൽ ദൈവജനത്തിനു സമാധാനമൊഴിയിൽ. നിങ്ങൾ എന്തുകൊണ്ടാണ് എല്ലാവരും വെള്ളയിട്ട് വന്നിരിക്കുന്നത്? ക്രിസ്മസ് ആണോ? ക്രിസ്മസിൻ്റെ അന്ന് ആരാണ് വെള്ള വസ്ത്രം ഇട്ടത്? ഏഞ്ചൽസ്. അപ്പം മാലാഖമാരായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ മാലാഖമാരായതുകൊണ്ടാണ്. ഇപ്പം മാലാഖമാരുടെ അക്കമ്പനിമെൻറ്റോട് കൂടിയാണ് ആര് വരുന്നത്? ജീസസ് വരുന്നത് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇംഗ്ലീഷ് അറിയാമായിരുന്നല്ലോ. ഇംഗ്ലീഷിൽ പ്രാർത്ഥന, ഇംഗ്ലീഷിൽ പ്രതിജ്ഞ. അപ്പം മലയാളം മനസ്സിലാവുമോ? ഗ്രേറ്റ്, വെരി ഗുഡ്, നല്ല കാര്യം. മലയാളം അറിയാമോ? ശരി. ആർക്കാണ് നല്ല ക്രിസ്മസ് സ്റ്റോറി അറിയാവുന്നത്? താങ്ക് യു. അപ്പൊ ഇമ്മാനുവലിന്റെ പേരിന്റെ അർത്ഥം എന്താണ്? ഈശോ കൂടെ ഉള്ളതാണ്. ഈശോ. അപ്പൊ അത് ആരുടെ പേരായിരുന്നു? ഈശോക്കിട്ട പേരായിരുന്നു ഇമ്മാനുവൽ. അപ്പൊ ബെത്ലഹേമിൽ ജനിച്ച ഉണ്ണിയുടെ പേര് ഇമ്മാനുവൽ എന്നായിരുന്നു. സോ യു ആർ ദ ബേബ് ഓഫ് ബെത്ലഹേം. ആരംഭത്തിൽ പറഞ്ഞത് ഗബ്രിയേൽ എന്നല്ല കേട്ടോ, ബെത്ലഹേമിലാണ് ജനിച്ചത്. നമ്മൾ മാലാഖയുടെ പേരാണെന്ന് വിചാരിച്ചു. അപ്പൊ ഇനി മാറ്റി പറഞ്ഞു. വെരി ഗുഡ്, ബെത്ലഹേം കേട്ടോ. ഓക്കെ.
ടീച്ചർ നല്ല നല്ല പാട്ടാ പഠിച്ചത്. ഈശോ ജനിച്ച സ്ഥലത്തിന്റെ പേരെന്തെന്നാ പറഞ്ഞേ? ബേത്ലഹേം. അത് എവിടെയുള്ള രാജ്യമാണ്? നമ്മൾ അതിനെ വിളിക്കുന്ന വിശുദ്ധ നാടെന്നാണ് അല്ലേ? വിശുദ്ധ നാട്ടിലെ ഒരു സ്ഥലമാണ് ബേത്ലഹേം. അതുപോലെ തന്നെ നമ്മൾ ബേത്ലഹേം ഈശോ ജനിച്ച നാടും ഈ നാടും അതുപോലെ തന്നെ ആ പ്രദേശങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ലോകത്തിലാണ് ഇപ്പം നമ്മൾ എല്ലാ ദിവസവും പത്രത്തിൽ അതിനടുത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ പേര് പറയും. ഏത് സ്ഥലത്തിൻ്റെ പേരാണ്? ഇസ്രായേലുണ്ട്. പിന്നെ ഇപ്പോൾ യുദ്ധം നടക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഗാസ, പലസ്തീന, ബേത്ലഹേം, ജെറൂസലേം, ഗാസ, ഇതൊക്കെ എല്ലാം നമുക്ക് എല്ലാവർക്കും പുണ്യസ്ഥലങ്ങളാണ്. ഈശോയും ഔസപിതാവും മാതാവും ഈജിപ്തിലേക്ക് പോയെന്ന് പറഞ്ഞില്ലേ? ഹെരോദേസ് ശിശുക്കളെ കൊല്ലാൻ പോയപ്പോൾ ഒളിച്ചോടിയില്ലേ? അപ്പോൾ അവർ ഒളിച്ചോടിയ സ്ഥലവും ഗാസയിലൂടെയാണ്. അപ്പോൾ ആ സ്ഥലത്തൂടെ ഈശോയും നടന്ന സ്ഥലമാണ്. പക്ഷെ ആ സ്ഥലത്ത് ഇപ്പോൾ ഒത്തിരി യുദ്ധം നടക്കുകയാണ്. ഒത്തിരി എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടെ യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ എല്ലായിടത്തും എന്താ യുദ്ധത്തിൻ്റെ ഫലം? തീയുണ്ട്. പിന്നെ യുദ്ധം ഉണ്ടാകുന്നിടത്ത് എപ്പോഴും നാശമുണ്ടാകും. കെട്ടിടങ്ങൾ തകരുന്നത് നമ്മൾ കാണുന്നു, കുട്ടികൾ മരിക്കുന്നത് കാണുന്നു, ആൾക്കാർ കുടുംബത്തിൽ നിന്ന് വീടൊക്കെ ഉപേക്ഷിച്ച് ഓടേണ്ടതായിട്ട് കാണുന്നു അല്ലേ? നമ്മളുടെ വീടുകളിലൊക്കെ നമ്മൾ വീട് വിട്ടു പോകേണ്ടി വരിക, കുട്ടികൾ മരിക്കേണ്ടി വരിക, അതൊക്കെ വളരെ സങ്കടത്തിൻ്റെ അവസ്ഥയല്ലേ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ പ്രാവശ്യം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈശോ ജീവിച്ച സ്ഥലങ്ങളിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കുട്ടികൾക്ക് ഇഷ്ടമല്ലേ? യുദ്ധമാണോ ഇഷ്ടം? കളിയാണോ ഇഷ്ടം? കളിയാണ് ഇഷ്ടം. അപ്പൊ ഞാനീ പറയുന്ന സ്ഥലത്ത്, ഈശോ ജനിച്ച ഈ സ്ഥലത്ത് അതുപോലെയുള്ള പരിസര പ്രദേശങ്ങളിൽ ഇപ്പൊ കുട്ടികൾക്ക് അതുപോലെ കളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? അപ്പൊ നമുക്ക് ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാനായിട്ടുള്ള ആദ്യത്തെ കാര്യം, വിശുദ്ധ നാടുകളിലെ അല്ലെങ്കിൽ ഈശോ ജനിച്ച സ്ഥലത്തും ഈശോ വളർന്ന സ്ഥലത്തുമായിട്ടുള്ള നാട്ടിൽ അവിടെ യുദ്ധം അവസാനിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ കാര്യം എന്താ പറഞ്ഞത്? ഈശോ ജനിച്ച സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എന്താണ്? അവിടെ ഒത്തിരി സമാധാനമില്ല. അവിടെ യുദ്ധം നടക്കുന്നു, അവിടെ കുട്ടികളും സ്ത്രീകളും ഒക്കെ കൊല്ലപ്പെടുന്നു, അവിടെ ഭവനങ്ങൾ ഇല്ലാതാവുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം ഈശോയ്ക്ക് കൊടുത്ത സമ്മാനമാണ്. ഈശോയ്ക്ക് എന്ത് സമ്മാനമൊക്കെയാണ് കൊടുത്തത്? ബർത്ത്ഡേ ഗിഫ്റ്റ്സ് എന്തായിരുന്നു? ബൈബിൾ. അപ്പോൾ നിങ്ങളിപ്പോൾ നല്ലോണം ബൈബിൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പൊന്നും മീറയും കുന്തിരിക്കും. അപ്പൊ പൊന്നും മീറയും കുന്തിരിക്കും ആരാ കൊണ്ടുവന്നത്? ആട്ടിടയന്മാർ കൊണ്ടുവന്ന. ഓക്കെ, പൂജരാജാക്കന്മാർ കൊണ്ടുവന്നതാണ് പൊന്നും മീറയും കുന്തിരിക്കവും. ആട്ടിടയന്മാർ വല്ലതും കൊണ്ടുവന്ന് കൊടുത്തോ ഈശോയ്ക്ക്? കമ്പിളി കൊടുത്തു, പുതപ്പ്. അവരുണ്ടായിരുന്ന പുതപ്പ് കൊണ്ടുപോയി ആർക്ക് കൊടുത്തു? ഈശോയ്ക്ക് കൊടുത്തു. അങ്ങനെയാണ് കാര്യം. ഉണ്ണി കുഞ്ഞിന് തണുപ്പുണ്ടാവും, അപ്പം അതുകൊണ്ട്. പിന്നെ എന്ത് കൊടുത്ത് കാണും ആട്ടിടയന്മാർ? ഞാൻ വിചാരിക്കുന്ന ഈശോയ്ക്ക് ഒത്തിരി ചീസ് കൊണ്ടുവന്ന് കൊടുത്തതാണ്. ചീസ് എന്താണെന്ന് അറിയാം? ആട്ടിടയന്മാരെപ്പോഴും പാലും, അതുകൊണ്ട് പാലിൻ്റെ ഉപകരണങ്ങളൊക്കെ ഉണ്ട് അല്ലേ? പാലിൽ നിന്ന് എടുത്തിട്ടുള്ള ചീസ്, പാൽക്കട്ടി, അതൊക്കെ അവരാണ് കൊണ്ടുവന്ന് കൊടുത്തത്, ആട്ടിടയന്മാർ കൊണ്ട്. പക്ഷെ ആട്ടിടയന്മാർ പിന്നെ ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? ആട്ടിടയന്മാർ ചെയ്ത ഒരു കാര്യം, അവർ അവിടെ നിന്ന് പുറപ്പെട്ട് ചുറ്റും നടന്ന് പറഞ്ഞു, നമുക്കൊരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ആദ്യമായിട്ട് മാലാഖമാർ പറഞ്ഞ കാര്യം കേൾക്കുകയും അത് ആട്ടിടയന്മാരാണ് പോയി പുറത്ത് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ അവർ പുറത്ത് പോയി പറഞ്ഞു, നമുക്ക് ഞങ്ങൾ രക്ഷകനെ കണ്ടു എന്ന വാർത്തയും അറിയിച്ച് ആട്ടിടയന്മാർ സന്തോഷത്തോടെ പോയി. അതിനുശേഷമാണ് ആരെത്തുന്നത്? പൂജരാജാക്കന്മാർ. അവരുടെ സമ്മാനമാണ് എന്തൊക്കെ കൊടുത്ത്? പൊന്ന്, മീറ, കുന്തിരിക്കം. അതിനെ നമ്മൾക്ക് വളരെ പുരാതനമായിട്ട് തന്നെ അതിൻ്റെ അർത്ഥം പറഞ്ഞുണ്ട്. പൊന്ന് ഈശോ അവർക്കൊരു സമ്മാനം കൊടുത്തു. പക്ഷെ പൊന്ന് എപ്പോഴും രാജാക്കന്മാരാണ്. ഈശോ ഒരു രാജാവാണെന്ന് സൂചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തത്? പൊന്നു കൊടുത്തത്. കുന്തിരിക്കം നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? പള്ളിയിലാണ്. അപ്പോൾ ഈശോ ആരാണ്? ഈശോ ദൈവമാണെന്ന് ഇതിൻ്റെ സൂചനയായിട്ട് കുന്തിരിക്കം കൊടുത്തു.
പൊന്ന് രാജാക്കന്മാരൊക്കെ അല്ലേ ഉപയോഗിക്കുന്നത്. അപ്പം പൊന്നാണെന്ന് അത് ഈശോ രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് പൊന്ന് കൊടുത്തു. ഈശോ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കൊടുത്തു? കുന്തിരിക്കം കൊടുത്തു. പിന്നത്തെ എന്തായിരുന്നു? മീറ എപ്പോഴാണ് കൊടുത്തത്? അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് സുവിശേഷത്തിൽ ഈശോയുടെ കഥ വായിക്കുമ്പോൾ എപ്പോഴാണ് മീറ കൊടുത്തത്? ഈശോ മരിക്കുന്ന നേരത്ത്, ഈശോയുടെ മരണത്തിൻ്റെ സമയത്ത് ആ വേദന കുറക്കുവാനായിട്ട് അവർ വീഞ്ഞിൽ മീറയും കലർത്തി അത് ചുണ്ടോട് അടുപ്പിച്ചു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അന്ന് തന്നെ പൂജാരാജാക്കന്മാരെ കണ്ടിരുന്നു. 3 കാര്യം കണ്ടു. ഈ ഈശോ നമ്മുടെ രാജാവാണ്, ഉണ്ണീശോ ദൈവപുത്രനാണ്, പിന്നെ ഉണ്ണീശോ ആരാണ്? നമുക്ക് വേണ്ടി മരിക്കുവാൻ പോകുന്ന രക്ഷകനാണ്. അപ്പോൾ ഈശോയുടെ മരണവും സൂചിപ്പിച്ചു. അപ്പം അങ്ങനെ ഈശോയുടെ മരണം, ഈശോ ദൈവപുത്രനായതുകൊണ്ട് നിത്യം ജീവിക്കുന്നവൻ, പുനരുദ്ധാനം, അതുപോലെ തന്നെ ഈശോ രാജാവുമാണ്. അപ്പോൾ നമുക്ക് പിറക്കുന്ന ഉണ്ണി ആരാണ്? മാലാഖമാർ അതുകൊണ്ട് അന്ന് രാത്രി എന്താ പറഞ്ഞത് ആട്ടിടയന്മാരോട്? ഇതാ എല്ലാ ലോകത്തിനുമുള്ള സന്തോഷത്തിൻ്റെ രക്ഷയുടെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ദാവീദിൻ്റെ ഗോത്രത്തിൽ ബെത്ലഹേമിൽ ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ആ ശിശു ആരായിരുന്നു? ഈശോ. ആ ശിശുവിൻ്റെ പുറത്ത് നിങ്ങൾ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ ഒരു ഉണ്ണിയെ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വെള്ള തുണിയിൽ പൊതിഞ്ഞ ഉണ്ണികൾ ആരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്? എല്ലാവരുമാണ്. ഇതെല്ലാവരും വെള്ളയില്ലേ? ഇതെന്ത് നിറമാണ്? ഈ പോളച്ചൻ്റെ മടിയിലിരിക്കുന്നത് അത്. അപ്പോൾ എല്ലാവരും വെള്ളയിൽ പൊതിഞ്ഞ ഉണ്ണികളാണ്. അപ്പോൾ വെള്ളയിൽ പൊതിഞ്ഞ ഉണ്ണി ലോകത്തിൻ്റെ രക്ഷകനായ ഈശോയുടെ, ലോകത്തിൻ്റെ രാജാവായ ഈശോയുടെ, ദൈവമായ ഈശോയുടെ ചെറുരൂപങ്ങളാണ്. അപ്പം നിങ്ങളൊക്കെ അത്തരത്തിലുള്ള ഉണ്ണി ഈശോകളാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. കന്യാസുതനേ ദേവകുമാര നിൻ രക്ഷകനേ വിണ്ണിൽ നിന്നിഹ വന്നു പിറന്ന ഉന്നതനീ സജനേ പരമോന്നതനീ സജനേ കന്യാസുതനേ ദേവകുമാര നിൻ രക്ഷകനേ വിണ്ണിൽ നിന്നിഹ
കന്യാസുതനേ ദേവകുമാര മന്നിൻ രക്ഷകനേ വിണ്ണിൽ നിന്നിഹ വന്നു പിറന്ന ഉന്നതനീശജനേ പരമോന്നതനീശജനേ കന്യാസുതനേ ദേവകുമാര മന്നിൻ രക്ഷകനേ വിണ്ണിൽ നിന്നിഹ വന്നു പിറന്ന ഉന്നതനീശജനേ പരമോന്നതനീശജനേ. ചില സമയങ്ങളിലൊക്കെ ചില നല്ല മനസ്സുള്ള മനുഷ്യർ സന്തോഷങ്ങളൊക്കെ ഞങ്ങളുമായി പങ്കിടാറുണ്ട്. കാറ്റഗിസം ക്ലാസ്സുകളിൽ നിന്നൊക്കെ കുട്ടികൾ ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ ഇടയ്ക്ക് വരാറുണ്ട്. പിന്നെ അതുപോലെ ചിലരുടെ വിവാഹ വാർഷികം, അതുപോലെ മരണാനന്തര ചടങ്ങുകൾ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ധൂർത്തമായി അവരുടെ പണമൊന്നും ചിലവഴിക്കാതെ ഞങ്ങളുടെ കുഞ്ഞുമക്കളുമായിട്ട് സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് വരാറുണ്ട്. അങ്ങനെ ഒത്തിരി നല്ല മനസ്സുകളുടെ കാരുണ്യം കൊണ്ടാണ് യാതൊരുവിധ ഫീസോ മറ്റ് ആനുകൂല്യമോ ഒന്നും മേടിക്കാതെ നമ്മുടെ ഈ ഭവനം പിതാവ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരിയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു രൂപതയാണ് നമ്മുടെ ആലപ്പുഴ രൂപത. കാരണം മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ജനങ്ങളാണ് ഈ ആലപ്പുഴ രൂപതയിൽ കൂടുതലും തിങ്ങിപ്പാർക്കുന്നത്. നമ്മുടെ കുട്ടികൾ പല വിധത്തിലുള്ള കഴിവുള്ളവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അവർ ഇന്നലെ മുതൽ പുതിയൊരു മേഖലയിലേക്ക്, അതായത് നീന്തൽ പരിശീലനത്തിലേക്ക് നമ്മുടെ ഒരു 9 കുട്ടികൾ ഇന്നലെ മുതൽ ആ പരിശീലന പരിപാടി നമ്മുടെ ആലപ്പുഴ രാജാ കേശവദാസ് നീന്തൽക്കുളത്തിൽ തുടങ്ങിയത് ഒത്തിരിയേറെ സന്തോഷമാണ്. അതിന് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഒരു സപ്പോർട്ടും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് പോയി. അവിടെ നിന്ന് ലഭിച്ച ഒരു സപ്പോർട്ടോടു കൂടിയാണ് നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം ലഭിച്ചത്. നമ്മുടെ 2 കുട്ടികൾ തുല്യതാ പരീക്ഷ 10ാം ക്ലാസ് എഴുതിയിരുന്നു. ഇന്നലെ അവരുടെ റിസൾട്ട് വന്നു. അനന്തു ബാബു ജോൺ എന്ന് പറയുന്ന മകനും പാസ്സായി. ഒത്തിരിയേറെ സന്തോഷമായിരുന്നു അതൊക്കെ. അതുപോലെ നമ്മുടെ ഇവിടെ പരിശീലനം നേടിയ ഒരു മകൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 2 കുട്ടികൾക്ക് നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ജോലി ലഭിച്ചിരുന്നു. അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞെന്നാൽ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞെന്നാൽ അത് കൃത്യതയോടുകൂടെ ചെയ്യുവാൻ ഈ കുട്ടികൾ വളരെ ശ്രദ്ധാലുക്കളാണ്. രാവിലെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന മോർണിംഗ് ഡ്യൂട്ടികൾ, ചെറിയ വിധത്തിൽ നമ്മൾ ചെയ്യിപ്പിക്കുന്ന മോർണിംഗ് ഡ്യൂട്ടികൾ, അവരുടെ ഒരു എക്സർസൈസ് ഉദ്ദേശിച്ചാണ് നമ്മളത് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ പോലും അവരത് കൃത്യതയോടുകൂടെ ചെയ്തിരിക്കും. പരിമിതികൾ ഇല്ലാതെ ആകാശത്തോളം വളരാൻ അവർക്ക് സ്നേഹച്ചിറകുകൾ നൽകുകയാണ് സമർപ്പണത്തോടെ ഈ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥാപന മേധാവികൾ. എല്ലാവർക്കും സന്തോഷമല്ലേ? പുതിയ സാരിയൊക്കെ കൊടുത്ത് നല്ല മിടുക്കികളായിട്ട് നിൽക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? അപ്പം ഇതെൻ്റെ ടീച്ചേഴ്സാണ്. ഇവരും ഒത്തിരിയേറെ പരിശ്രമിച്ചിട്ടാണ് ഈ സ്ഥാപനം ഇത്ര മനോഹരമായിട്ട് നടന്നു പോകുന്നത്. ഇവരുടെ എല്ലാവരും വിലപ്പെട്ടതാണ്. ഓരോ ടീച്ചേഴ്സും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ വിലപ്പെട്ടതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർ എന്ന നിലയിൽ അഖില ടീച്ചറിനോട് ഒരു ചോദ്യം. അഖില ടീച്ചറെ, ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് സന്തോഷമാണോ അതോ എങ്ങനെയാ? സന്തോഷമാണ്. കുട്ടികളെ കുറിച്ചൊന്ന് പറഞ്ഞേ. കുട്ടികളുടെ മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് തോന്നുന്നു. കുട്ടികൾ നമ്മൾ ആദ്യമൊക്കെ സ്റ്റേജിൽ കാണുന്നത് ഇപ്പം ഞങ്ങളുടെ സ്കൂളും വലുതായി, നല്ല സ്റ്റേജായി. ഞങ്ങൾക്ക്
കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കുഞ്ഞു പിള്ളേരൊക്കെയായിരുന്നു ഞങ്ങൾ വന്ന സമയത്തൊക്കെ ചെറിയൊരു സ്റ്റേജിലൊക്കെ ആയിരുന്നു പ്രോഗ്രാം നടത്തുന്നത്. ഇപ്പം വലിയ സ്റ്റേജിലൊക്കെ നടത്തുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ജാസ്മിൻ ടീച്ചർ എന്ത് പറയുന്നു? ജാസ്മിൻ ടീച്ചർ ഈ സ്കൂളിലോട്ട് തന്നെ വരാൻ സാധിച്ചതിന് വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റാണ് ഓരോ വർഷം തോറും വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ക്രിസ്മസിന് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ ക്രിസ്മസ് ആഘോഷിച്ചതിന് വേണ്ടി. ബാനു ടീച്ചർ വന്ന് കുറച്ചു നാളും കഴിഞ്ഞ് കല്യാണമൊക്കെ ആയിട്ട് പോയതാണ്. ബാനു ടീച്ചറിന് എന്താണ് തോന്നുന്നത്? ഞാൻ വന്നപ്പോൾ ഉള്ള സ്കൂളേ അല്ല, ഒരുപാട് പുരോഗമിച്ച് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തിരിച്ചും ഈ ഒരു സ്കൂളിലേക്ക് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിള്ളേർക്ക് നല്ല മാറ്റങ്ങളുണ്ട്, സ്കൂളിനും നല്ല മാറ്റങ്ങളുണ്ട്. രേഷ്മ ടീച്ചർ എന്ത് പറയുന്നു? ടീച്ചർ ഇപ്പോൾ കുറച്ച് നാളായല്ലോ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ. പോയിട്ട് പിന്നെയും വന്നത് ഒത്തിരി അനുഗ്രഹമായിട്ടുണ്ട്. നമ്മുടെ ജോഫ്ന ടീച്ചറേ, ജോഫ്ന ടീച്ചർ ഒരു വാവയ്ക്ക് ജന്മമൊക്കെ കൊടുക്കാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ പോലും ഈ ടീച്ചേഴ്സിനൊക്കെ ഒരു ലീവ് എടുക്കാനൊക്കെ തോന്നാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ജോഫ്ന ടീച്ചർ എന്ത് പറയുന്നു? ഞാൻ ആദ്യത്തെ കുഞ്ഞായിരുന്നപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. ഒരു ദിവസം പോലും ലീവ് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ദൈവം എന്നും രാവിലെ ഉണർത്തി സന്തോഷത്തോടു കൂടിയായി കുഞ്ഞുങ്ങളുടെ അടുക്കിലോട്ട് വിടുന്നത്. എന്നെ സന്തോഷം ഇവിടെ വന്നിട്ട് ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾക്ക്. അനു ടീച്ചറേ, അനു ടീച്ചർ കുഞ്ഞു പൊടികളെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ടീച്ചറിന് എന്താണ് പറയാനുള്ളത് നമ്മുടെ ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ ഉള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞ ടീച്ചർ? സത്യത്തിൽ ഞാൻ ആദ്യം വർക്ക് ചെയ്തത് ഒരു മാഹിയിലൊരു പ്രൈവറ്റ് സ്ഥാപനമാണ്. അവിടെ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക പോകുക അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് സിസ്റ്ററിനെ കണ്ട് സിസ്റ്ററിൻ്റെ അസംബ്ലി അങ്ങനെ പിന്നെ കുഞ്ഞുങ്ങളോടുള്ള അടുപ്പം അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് സത്യത്തിൽ എനിക്ക് കുഞ്ഞു പിള്ളേരാണ് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാനും ഇഷ്ടം, അവരോടൊപ്പം ചിലവഴിക്കാനും ഇഷ്ടം. എന്ന് വെച്ച് വലിയ പിള്ളേരെ മാറ്റി നിർത്തിയെന്നല്ല, എനിക്കെപ്പോഴും ഇവിടെ വരുമ്പോൾ സത്യത്തിൽ ഒരു അമ്മയുടെ ഒരു ഫീലാണ് കിട്ടുന്നത്. അത് സിസ്റ്ററിൻ്റെ ഇതിൽ നിന്നാണ് സത്യത്തിൽ ഞങ്ങളെല്ലാവരും കണ്ടുപിടിച്ചിരിക്കുന്നത്. കൂടുതലും സിസ്റ്ററിൻ്റെ ആ ഒരു കുട്ടികളെ നോക്കുന്ന ഒരു കരുതൽ തന്നെയാണ്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ സ്കൂള്. ഞാൻ സത്യത്തിൽ 100% മനസ്സ് തുറന്നാണ് ഇവിടെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നത്. ഓരോ ടീച്ചർമാരും കേട്ടോ, ഞാൻ മാത്രമല്ല. എനിക്ക് വിഷമം. ഏഞ്ചൽ ടീച്ചറേ, ഏഞ്ചൽ ടീച്ചർ ഓഫീസ് കാര്യത്തിലൊക്കെ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടീച്ചറാണ്. അപ്പോൾ എനിക്കൊത്തിരി സന്തോഷമാണ്. ടീച്ചർ എന്ത് പറയുന്നു നമ്മളെക്കുറിച്ച്? വളരെ സന്തോഷം. ഞാൻ ഇതുപോലെ തന്നെ ഒരു സെൻറ്ററിലാണ് വർക്ക് ചെയ്തത്. അതിനുശേഷമാണ് ഗ്രൂപ്പ് ടീച്ചിങ് എന്താണെന്നും എങ്ങനെയാണ് പിള്ളേരെ കൈകാര്യം ചെയ്യേണ്ടതെന്നും എല്ലാം സിസ്റ്ററാണ് ഞങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തന്നത്. ഗ്രൂപ്പ് ടീച്ചിങ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 6 വർഷമായി. വളരെ സന്തോഷം സിസ്റ്ററിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയാലും ഇത്രയും കരുതലോടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. റോജി ടീച്ചർ അടിമോന ബസറിലൊക്കെ പോയി ഭയങ്കര മികവ് തെളിയിച്ചതാണ്. 3 പേരുണ്ടായിരുന്നു, അതിൽ ഒന്ന് റോജി ടീച്ചറായിരുന്നു. അപ്പോൾ ആ അടിമോന ബസർ കഴിഞ്ഞപ്പോൾ പിന്നെ ടീച്ചർ ഇപ്പോൾ ഭയങ്കര ആക്റ്റീവാണ് അതിനേക്കാളേറെ. അപ്പോൾ എന്താണ് റോജി ടീച്ചറിന് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട് സിസ്റ്റർ. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ആദ്യം വന്നത്. അന്ന് തൊട്ട് സിസ്റ്ററിൻ്റെയും മക്കളുടെയും കൂടെ അങ്ങനെ പോകുകയാണ്. ഇനി അങ്ങനെ തന്നെ പോകണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇവിടെ നല്ലൊരു ജീവിതമാണ് ഞങ്ങൾക്ക്. പിള്ളേരും സിസ്റ്ററുമായിട്ടുള്ളൊരു ജീവിതം ഞങ്ങൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യൂസഫിന ടീച്ചർ ഈ വർഷമാണ് ഇവിടെ വന്നത്. ടീച്ചറിന് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ടീച്ചറിന് ഇവിടെ. അപ്പോൾ ടീച്ചർ എന്ത് പറയുന്നു? കുറച്ച് നാളാണേലും ഞങ്ങളുടെ കൂടെ കുട്ടികളോടും മറ്റ് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനോടുമൊക്കെയുള്ള ആ ഒരു അനുഭവം എങ്ങനെയുണ്ട് ടീച്ചറിന്? നല്ല അനുഭവമാണ്. ഞാൻ പഠിച്ചതിനെക്കാട്ടി അടിപൊളിയായിട്ടാണ് ഞാൻ ഇവിടെ വന്നതും. നല്ല അനുഭവമാണ്. പിള്ളേരുടെ കൂടെ നിൽക്കാനും സാധിക്കുന്നുണ്ട്. ഞാൻ പിള്ളേരുടെ കൂടെ തന്നെ ഇവിടെ നിൽക്കുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് പോണത്. പിന്നെ സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് കുറേ നല്ല കാര്യങ്ങൾ പഠിക്കാനും സാധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളുടെ കുട്ടികളൊക്കെ ഇവിടെ ഒത്തിരി സന്തോഷിച്ച് സമാധാനപരമായിട്ട് ജീവിക്കുകയാണ്. ശരിക്കും പറഞ്ഞെന്നാൽ ഒരു സ്വർഗതുല്യമായൊരു വീട്ടിലാണ് അവർ ജീവിക്കുന്നത്. അവർക്കൊരു കളങ്കവും ഇല്ല. അവരെന്താണ് ദുഃഖം എന്താണ് ഒന്നും അറിയത്തില്ല അവർക്ക് ഇവിടെ അവരുടെ ഒരു ലോകമാണ്. ശരിക്കും പറഞ്ഞെന്നാൽ നമുക്കതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല. ശരിക്കും പറഞ്ഞെന്നാൽ ഒരു ലീവ് പോലും എടുത്ത് മനസ്സോടുകൂടെ ഇവരും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഈ ടീച്ചേഴ്സും മനസ്സോടുകൂടെ നമുക്കൊരു ലീവ് എടുക്കാൻ തോന്നത്തില്ലേ, കുഞ്ഞുങ്ങളുടെ ഒരു സ്നേഹവും പരിചരണവും ഒക്കെ. അപ്പോൾ ഇത്രയേറെ സന്തോഷത്തോടു കൂടെ നമ്മുടെ മക്കളിവിടെ കഴിയുമ്പോൾ ഗാസയിലൊക്കെ ആ കുഞ്ഞുങ്ങളൊക്കെ എത്ര ഭീതിയോടുകൂടിയാണ് വളരുന്നത്.
അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മളും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ക്രിസ്മസ് അവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ക്രിസ്മസ് ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടൊരു ഗാനം ആലപിക്കാം. ഒന്നു തൊട്ടാൽ മതി നിന്റെ നോട്ടം മതി ഞാൻ സുഖമാകുവാൻ നാഥാ നിൻ സ്തുതി പാടുവാൻ നാഥാ. കുറുമ്പ് കാട്ടിയും ചിലപ്പോഴൊക്കെ ബഹളം വെച്ചും അവർ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും അതൊന്നും വൈകല്യമായി കാണാതെ അവരെ കരുതുന്ന ഒരു കൂട്ടം നല്ല മനസ്സിൻ്റെ ഉടമകളാണ് ഇവിടുത്തെ അധ്യാപകർ. വെറും അധ്യാപനം മാത്രമല്ല അവർ ചെയ്യുന്നത്, ഒരമ്മയുടെ സാമീപ്യം മക്കൾക്ക് പകർന്നു നൽകുകയാണ്. രാവിലെ ദിവ്യബലിയോടുകൂടിയാണ് ഞങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. ആ ദിവ്യബലിക്ക് തന്നെ അൾത്താര ശുശ്രൂഷകരായിട്ട് നമ്മുടെ 3 മക്കൾ സേവനം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒത്തിരി സന്തോഷമാണ്. സാധാരണ കുട്ടികളെക്കാളേറെ നല്ല മാലാഖ കുഞ്ഞുങ്ങളെ പോലെയാണ് അവർ ആ ശുശ്രൂഷ നിർവഹിക്കുന്നത്. ഇങ്ങനെ ഒത്തിരി കഴിവുകൾ നമ്മുടെ മക്കൾക്കുണ്ട്. സാധാരണ കുഞ്ഞുങ്ങളെക്കാളേറെ ഇവർ സ്പെഷ്യലല്ലേ. അപ്പോൾ അതനുസരിച്ചുള്ള ഒത്തിരിയേറെ നന്മകളും എന്നാൽ ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ അവർ നല്ല രീതിയിൽ അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ നമുക്കൊത്തിരി സന്തോഷമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ശരിക്കും മാതാപിതാക്കളെയൊക്കെ അനുസരിക്കാതെ മാതാപിതാക്കളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇത്ര അനുസരണയോടുകൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും അവർ അനുസരണയോടുകൂടെ പാലിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെ അത്ഭുതമാണ്. ശരിക്കും പറഞ്ഞെന്നാൽ നല്ല വീട്ടിൽ നന്നായിട്ട് വളർത്തുന്ന നല്ല ബുദ്ധിയുള്ള മക്കൾ അവരുടെ പഠനങ്ങളെല്ലാം കഴിഞ്ഞ് വിദേശത്തും മറ്റും പോകുമ്പോഴൊക്കെ നമ്മുടെ ഈ മക്കൾ മാത്രമായിരിക്കും നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഒരു ആശ്വാസമായി വീട്ടിലെപ്പോഴും ഉണ്ടാവുക. അതൊക്കെ ഒത്തിരി സന്തോഷമാണ് ഈ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ. അവരൊരിക്കലും മാതാപിതാക്കളുടെ സ്നേഹത്തിൽ നിന്ന് വിട്ടു പോകത്തില്ലല്ലോ. അവർക്കാകെ ഒരു പരിഭവവും പരാതിയുമൊക്കെ ഉള്ളത് അച്ഛനമ്മമാരുടെ സ്നേഹം കുറഞ്ഞു പോകുമ്പോൾ മാത്രമാണ്. എന്നിട്ട് പോലും ചില മാതാപിതാക്കൾക്ക് മക്കളെ വളരെ ദീർഘകാലമൊന്നും എവിടെയും കൊണ്ട് നിർത്തുന്നത് അവർക്കിഷ്ടമല്ല. പക്ഷേ ചില മാതാപിതാക്കളൊക്കെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോകുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ ദുഃഖമാണ്. ഇവിടെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് സിംഗിൾ പാരൻ്റ്. അപ്പോൾ ചോദിച്ച് പറഞ്ഞു വരുമ്പോഴാണ് അമ്മ 7ാമത്തെ വയസ്സിൽ ഉപേക്ഷിച്ച് പോയവരുണ്ട്, 10ാമത്തെ വയസ്സിലൊക്കെ ഉപേക്ഷിച്ച് പോയവരുണ്ട്. അതോടുകൂടി അവരുടെ മുഖത്തെ ചിരിയും സന്തോഷമൊക്കെ മാഞ്ഞു പോയി. പിന്നെ അവർക്കിവിടെ വന്ന് നല്ലൊരു ലോകം അവർക്ക് കിട്ടുമ്പോഴാണ് വീണ്ടും ആ മുഖത്തെ സന്തോഷവും ചിരിയുമൊക്കെ വീണ്ടും തിരിച്ചു വരുന്നത്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഈ കുഞ്ഞുമക്കളെയൊക്കെ എങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ അവരുടെ അച്ഛനമ്മമാർക്കൊക്കെ തോന്നുമെന്ന്. അതൊക്കെ ഈ മക്കളോട് കാണിക്കുന്ന വലിയൊരു ക്രൂരതയാണ്. അതൊക്കെ ശരിക്കും കാണിക്കരുതാത്ത ഒരു കാര്യമാണ്. മഞ്ഞിൻ മുത്തുകൾ ഓശാന പാടും ചില്ലയിൽ വിണ്ണിലും ഈ മണ്ണിലും ഒന്നു ചേർന്ന് പാടിടുന്നിതാ. മഞ്ഞിൻ മുത്തുകൾ ഓശാന പാടും ചില്ലയിൽ വിണ്ണിലും ഈ മണ്ണിലും ഒന്നു ചേർന്ന് പാടിടുന്നിതാ. താരകങ്ങളെ സ്വർഗദൂതുമായി വരൂ, പൂമരങ്ങൾ പൂത്തുലഞ്ഞിതാ. ഈരാവ് രാജാധിരാജൻ ഈശോ പിറന്നൊരീരാവ്. അഭിമന്യ പിതാവ് വളരെ സ്നേഹത്തോടുകൂടെ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. ആലപ്പുഴ രൂപതയ്ക്ക് ആകെ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനം ഇത് മാത്രമാണ്.
മറ്റ് പലവിധത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആലപ്പുഴ രൂപത ചെയ്യുമെങ്കിലും ബൗദ്ധിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു അരുമയായ സ്ഥാപനം എന്ന് പറയുന്നത് സാന്ത്വൻ മാത്രമാണ്. ഇന്ന് പിതാവ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം വളരെ സന്തോഷവാനായിരുന്നു. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പിതാവ് വളരെയധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴത്തെ ഇവിടുത്തെ ഡയറക്ടർ അച്ഛൻ എന്ന് പറഞ്ഞത് പോൾ ജെ അറക്കൽ എന്ന് പറയുന്ന ചെത്തി ഇടവകാംഗമായ ഒരു വന്യവൈദികനാണ്. ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഫെർണാണ്ടസ് അച്ഛൻ ഈ കഴിഞ്ഞ വർഷമാണ് നവംബർ 11 ഈ ലോകത്തോട് വിട പറഞ്ഞത്. കുട്ടികളെയൊക്കെ ഒത്തിരി വാത്സല്യത്തോടെ നോക്കിയിരുന്ന അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യാശ്വാസം കൊടുക്കണമേ എന്ന് ഇത്തരുണത്തിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്ഥാപനം തുടങ്ങുവാൻ കാരണക്കാരനായിരുന്ന നമ്മുടെ സ്റ്റീഫൻ അത്തിപ്പൊഴിയിൽ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞതും 2022. അങ്ങനെ 2022 ഞങ്ങൾക്കൊത്തിരി നഷ്ടങ്ങളുടെ ഒരു കാലമായിരുന്നു. ഒത്തിരി വേദനയോടുകൂടിയാണ് പിതാവിൻ്റെ മരണവിവരവും ഞങ്ങൾ ഉൾക്കൊണ്ടത്. കാരണം അത്രയേറെ ഈ കുഞ്ഞുമക്കളെ സ്നേഹിച്ച ഒരു പിതാവായിരുന്നു സ്റ്റീഫൻ അത്തിപ്പൊഴിയിൽ പിതാവ്. 17 വർഷക്കാലം 2007 മുതൽ ഇപ്പോൾ നോക്കുമ്പോൾ 17 വർഷക്കാലം നമ്മളിവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശീലിപ്പിക്കപ്പെട്ടു. അതിൽ 4 കുഞ്ഞുങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹമോൾ, നീരജ്, ഫാറൂഖ്, മനുക്കുട്ടൻ 4 കുഞ്ഞുങ്ങളാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇവരൊക്കെ അവരുടെ സ്വവസതികളിൽ ആയിരിക്കുമ്പോഴാണ് ഈ ലോകത്തോട് വിട പറഞ്ഞതെങ്കിലും നമുക്ക് അത് വലിയൊരു നഷ്ടം തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ സ്നേഹത്തിൽ നമ്മൾ ഒത്തിരിയേറെ ആ സ്നേഹം അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് അവരുടെ ആ വേർപാട് ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്കും അവരെ പരിചരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും താങ്ങാവുന്നതിലും ഏറെയായിരുന്നു. നമ്മുടെ അധ്യാപകരും അനധ്യാപകരും ഒത്തിരിയേറെ മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. എന്റെ ചങ്കാണെന്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവൻ യേശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുത്തെന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണ് എന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണ് എന്റെ യേശു. വിണ്ണിന്റെ താരമേ ഉണ്ണിമേശിഹായെ മണ്ണിൻ വിളക്കാണോ നീ, കാലിത്തൊഴുത്തിൽ ഉദിച്ച കാരുണ്യമേ പാരും പൊരുളാണോ നീ. കണ്ണാണ് ഞങ്ങൾക്ക്, ചങ്കാണ് ഞങ്ങൾക്ക്, തങ്കക്കൂടമാണു നീ. ഉണ്ണിയേ ഞങ്ങൾ പാടിടാം ഹല്ലേലൂയ, ഞങ്ങളുടെ പൊന്നുണ്ണിയേ ഞങ്ങൾ പാടിടാം ഹല്ലേലൂയ. വിണ്ണിന്റെ താരമേ ഉണ്ണിമേശിഹായെ മണ്ണിൻ വിളക്കാണു നീ, കാലിത്തൊഴുത്തിൽ ഉദിച്ച കാരുണ്യമേ പാരും പൊരുളാണു നീ. കണ്ണാണ് ഞങ്ങൾ
പുറത്തേറി എന്റെ നീ സഞ്ചരിച്ചു. രാജകൊട്ടാരവും മാളിക വീടതും എന്റെ നീ മാറ്റിവെച്ചു. തങ്കത്തേരിലേറാതെ കഴുതപ്പുറത്തേറി എന്റെ നീ സഞ്ചരിച്ചു. കണ്ണാണ് ഞങ്ങൾക്ക് ചങ്കാണ് ഞങ്ങൾക്ക് തങ്കക്കുടമാണു നീ. പൊന്നിയേ ഞങ്ങൾ പാടിടാം ഹല്ലേലൂയ. ഞങ്ങളുടെ പൊന്നിയേ ഞങ്ങൾ പാടിടാം ഹല്ലേലൂയ. ഗ്ലോറിയ ഗീതകം ജീവിതമാക്കിടാൻ ആശയുണ്ടുണ്ണീശോയേ. നിന്റെ കാൽത്തൊഴുത്തിന്റെ ലാളിത്യമുള്ളൊരു ലോകം പണിതുയർത്താൻ. ഗ്ലോറിയ ഗീതകം ജീവിതമാക്കിടാൻ ആശയുണ്ടുണ്ണീശോയേ. നിന്റെ കാൽത്തൊഴുത്തിന്റെ ലാളിത്യമുള്ളൊരു ലോകം പണിതുയർത്താൻ. കണ്ണേകു ഞങ്ങൾക്ക് ചന്തേകു ഞങ്ങൾക്ക് തങ്കക്കുടമായുണ്ണു. പൊന്നിയേ ഞങ്ങൾ പാടിടാം ഹല്ലേലൂയ. ഞങ്ങളുടെ പൊന്നിയേ ഞങ്ങൾ പാടിടാം ഹല്ലേലൂയ. അവർക്കാകെ ഒരു പരിഭവവും പരാതിയുമൊക്കെ ഉള്ളത് അച്ഛനമ്മമാരുടെ സ്നേഹം കുറഞ്ഞു പോകുമ്പോൾ മാത്രമാണ്. എന്നിട്ട് പോലും ചില മാതാപിതാക്കൾക്ക് മക്കളെ വളരെ ദീർഘകാലമൊന്നും എവിടെയും കൊണ്ട് നിർത്തുന്നത് അവർക്കിഷ്ടമല്ല. പക്ഷേ ചില മാതാപിതാക്കളൊക്കെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോകുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ ദുഃഖമാണ്. ഇവിടെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, സിംഗിൾ പാരൻ്റ്. അപ്പോൾ ചോദിച്ച് പറഞ്ഞു വരുമ്പോഴാണ് അമ്മ 7ാമത്തെ വയസ്സിൽ ഉപേക്ഷിച്ച് പോയവരുണ്ട്, 10ാമത്തെ വയസ്സിലൊക്കെ ഉപേക്ഷിച്ച് പോയവരുണ്ട്. അതോടുകൂടി അവരുടെ മുഖത്തെ ചിരിയും സന്തോഷമൊക്കെ മാഞ്ഞു പോയി. പിന്നെ അവർക്കിവിടെ വന്ന് നല്ലൊരു ലോകം അവർക്ക് കിട്ടുമ്പോഴാണ് വീണ്ടും ആ മുഖത്തെ സന്തോഷവും ചിരിയുമൊക്കെ വീണ്ടും തിരിച്ചു വരുന്നത്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഈ കുഞ്ഞുമക്കളെയൊക്കെ എങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ അവരുടെ അച്ഛനമ്മമാർക്കൊക്കെ തോന്നുമെന്ന്. അതൊക്കെ ഈ മക്കളോട് കാണിക്കുന്ന വലിയൊരു ക്രൂരതയാണ്. അതൊക്കെ ശരിക്കും കാണിക്കരുതാത്ത ഒരു കാര്യമാണ്. ഇരുൾ നിറഞ്ഞ ജീവിത വഴികളിൽ വെളിച്ചമായി ശോഭിക്കുന്നവർ ഇവരാണ്. കരുണയുടെ ഉറവ വറ്റാത്തവർ. ഈ സമർപ്പിതർക്ക് വേണ്ടിയാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. ആശ്വാസം നഷ്ടപ്പെട്ടവർക്കായി നീട്ടുന്ന ഈ സാന്ത്വന കരങ്ങളാണ് ക്രിസ്തുമസിന്റെ സ്നേഹ സന്ദേശം.